ശ്രീ ആദിനാഥായ നമോസ്തു തസ്മൈ യേനോപദിഷ്ടാഠയോഗവിദ്യാ വിഭ്രാജതേ പ്രോന്നതരാജയോഗം ആരോഢുമിച്ഛോരതിരോഹിണീവ. നമ്മള് 58 കഴിഞ്ഞത്. അതില് മൂന്ന്, അതായത് ഭ്രാമരി, ശീത്കാരി, ശീതളി, ഇങ്ങനെ അല്ല ഉജ്ജായി, ശീത്കാരി, ശീതളി, അങ്ങനെ 3 നമ്മൾ അടുത്തടുത്ത് ചർച്ച ചെയ്തു. അപ്പം ശരിക്കും പറഞ്ഞാൽ ശീതളിയും ശീത്കാരിയെല്ലാം ഇഫക്റ്റിൽ ഒന്നല്ലേ എന്ന് തോന്നാം. അങ്ങനൊരു സാധ്യതയുണ്ട്. അപ്പൊ അതിന് ചെറിയൊരു ശ്രദ്ധ നമുക്ക് വേണ്ടത്, ഉജ്ജായിയില് ആ കണ്ഠത്തിലാണ് നമ്മുടെ ശ്രദ്ധ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ വായുവിന്റെ സംഘർഷം ഉണ്ടാവുന്നത്. അങ്ങനെയാണ് അവിടെ ശബ്ദം ഉണ്ടാവുന്നത്, ആ ഉജ്ജായി ശബ്ദം ഉണ്ടാവും. അപ്പൊ അവിടെയാണ് ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഒരു ദേശത്ത് അങ്ങനെയുണ്ടല്ലോ, ദേശബന്ധ ചിത്തസി ധാരണ എന്ന് പറഞ്ഞ ഒരു ഓർമ്മ ഉണ്ടല്ലോ. അതുപോലെ ഒരു പ്രത്യേക ബിന്ദുവിലാണ് കേന്ദ്രീകരണം ശ്രദ്ധയുടെ. അതേസമയം ഈ ശീതളി എന്ന് പറയുന്നത് നമ്മൾ നാക്ക് ചുരുട്ടിയിട്ട് അതിലേക്കൂടെ എടുക്കുന്ന ഒരു രേഖാതലത്തിലാണ് അതിൻ്റെ ആ തണുപ്പ് അനുഭവപ്പെടുന്നത്. നാക്കിൻ്റെ അറ്റം മുതൽ ഒരു രേഖ പോലെ അങ്ങനെ താഴോളം ശ്വാസകോശം വരെ അതാണ്. അപ്പോൾ അതൊരു രേഖാതലത്തിലാണെന്ന് അർത്ഥം. മറ്റേതൊരു ബിന്ദു തലത്തിലാണ്, മറ്റേതൊരു രേഖാതലത്തിലാണ്. എന്നാൽ ശീത്കാരി അല്ലെങ്കിൽ സദന്തം ഏതായാലും അത് ഒരു 3D ആണ്. വായയുടെ എല്ലാ ഭാഗത്തും അതിൻ്റെ തണുപ്പ് വരും എന്നർത്ഥം. അപ്പോൾ ഒരു ബിന്ദുവിലോ ഒരു രേഖയിലോ അല്ല, ഓരോ ഉപരിതലം മുഴുവനും ശ്രദ്ധ ഉണ്ടാകും എന്നുള്ളതാണ് ഈ 3 തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. അത് ഒന്ന് ശ്രദ്ധിച്ച് വെച്ചാൽ. അടുത്തത് 59-ാമത്തേതാണ്, അതായത് ഭസ്ത്രിക ആണ്. ഭസ്ത്രിക എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം കൊല്ലന്റെ ഉല എന്നാണ്. ഈ ഞാൻ മുമ്പത് സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ ഇരുമ്പിനെ ഏറ്റവും കഠിനമായിട്ടുള്ള ചൂടിൽ ചുട്ട് പഴുപ്പിച്ചിട്ടാണ് ഈ ലോഹ ആയുധങ്ങളും ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ആ ചുട്ടുപഴുപ്പിക്കാൻ വേണ്ടി നല്ലവണ്ണം കാറ്റ് അതിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഒരു ഉല, ഒരു പ്രത്യേക വായുസഞ്ചി ഉണ്ടാക്കും. അതിനെയാണ് ഭസ്ത്രിക എന്ന് പേരുണ്ട് ആ സാധനത്തിന്. അപ്പോൾ ആ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഭസ്ത്രിക പ്രാണായാമം എന്നുള്ളത്. അപ്പൊ ശ്വാസത്തിന്റെ ആ ഗതിയും അതും ഒരു ശ്വാസം പോലെ കാറ്റിന്റെ ഗതിയാണല്ലോ. അങ്ങനെ അപ്പൊ ഇതില് അധ്യായം 59 പറയുന്നത് എങ്ങനെ ഏത് ആസനത്തിലാണ് ചെയ്യേണ്ടതെന്നാണ്. ഇവിടെ പത്മാസനം എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അത് സമ്യക് പത്മാസനം ബദ്ധ്വാ ആണ്. ഊർവോരൂപരി സംസ്ഥാപ്യ. പത്മാസനത്തിന്റെ ഒരു വിവരണം തന്നെയാണത്. ഊർവോഹോ, ഊരു എന്ന് പറഞ്ഞ തുട ആണ്. അപ്പം ഊർവോഹോ എന്ന് പറഞ്ഞ 2 തുടകളുടെയും ഉപരി, തുടയുടെ മേലെ സംസ്ഥാപ്യ സ്ഥാപിക്കണം. എന്താണ് സ്ഥാപിക്കേണ്ടത്? ഉഭേ പാദതലേ, 2 കാൽപ്പത്തികളും, പാദതലം 2 കാൽപ്പത്തികളും നല്ല ശുഭമായിട്ട് വെക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമാണ് കാല് മലർത്തിയിട്ടാണ് വെക്കുക. അങ്ങനെയല്ലേ വെക്കാൻ സാധിക്കൂ. അപ്പോൾ തുടയുടെ മേലെ കാൽപ്പത്തികള് മലർത്തി വെക്കുക. അതാണ് ആദ്യം. അതായത് പിന്നെ നമ്മുടെ പത്മാസനം എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണ്. പത്മാസനം ഭവേത് ഏതത്.
ഏതത് പത്മാസനം ഭവേത്. ഇത് ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഇതിനെയാണ് പത്മാസനം എന്ന് പറയുന്നത്. അതെങ്ങനെ? അതിന്റെ ഗുണം സർവ പാപ പ്രണാശനം, എല്ലാ പാപങ്ങളെയും നശിപ്പിക്കാൻ ശക്തിയുള്ള ഒരു ആസന വിശേഷമാണ് പത്മാസനം. അടുത്ത ശ്ലോകം നോക്കാൻ, കാരണം അതെല്ലാം കൂടിയിട്ടാണ് ഭസ്ത്രികാ പ്രാണായാമം, കുറെ ശ്ലോകം കൊണ്ടാണ് പറയുന്നത്. അപ്പം ആദ്യത്തെ ഇതിന് 59-ാമത്തേതില് പത്മാസനം എങ്ങനെ ചെയ്യണം എന്ന് എടുത്തു. ഇനി പറയാണ് സമ്യക് പത്മാസനം ബദ്ധ്വാ. സമ്യക്, സമ്യക് എന്ന് പറഞ്ഞാൽ വേണ്ട പോലെ, നന്നായി. പത്മാസനം ബദ്ധ്വാ, പത്മാസനത്തെ ബന്ധിച്ചിട്ട്. ആസനങ്ങളെ ബന്ധിക്കുക എന്നാണ് പലപ്പോഴും ഇതിൽ പ്രയോഗം വന്നിട്ടുള്ളത്. അപ്പോ പത്മാസനത്തെ വേണ്ട പോലെ, വേണ്ടവണ്ണം ബന്ധിച്ചിട്ട്. അപ്പം പത്മാസനം ബന്ധിക്കുമ്പോ നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ എന്താണ്? അതാണ് സമഗ്രീവ ഉദരഹ. സമഗ്രീവ ഉദരഹ സുധീഹി. അപ്പം ഗ്രീവം എന്ന് പറഞ്ഞാൽ കഴുത്ത്, ഉദരം എന്ന് പറഞ്ഞാല് വയറ് ആണ്. അപ്പം സമഗ്രീവോദര എന്ന് പറഞ്ഞാൽ നട്ടെല്ല് നിവർത്തിയിരിക്കണം എന്ന് പ്രത്യേകം പറയാനില്ല. അപ്പം നട്ടെല്ല് നിവർത്തി കഴുത്തും ഒക്കെ നേരെ ആയിട്ട് നിർത്താം. സമം കായ ശിരോഗ്രീവം എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. കായം, ശിരസ്, ഗ്രീവം, കഴുത്ത്, ഈ മൂന്നെണ്ണം നേരെ വരണം എന്നാണ് ഇവിടെ. അത് തന്നെയാണ് സൂചിപ്പിച്ചത്. സമഗ്രീവ ഉദരഹ, കഴുത്തും പിന്നെ വയറും എന്ന് പറഞ്ഞാൽ തടി, ഈ മധ്യഭാഗം എന്നർത്ഥം. അങ്ങനെ നേരെ സമമായിട്ട്. മുഖം സംയമ്യ, വായ അടക്കണം. മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മലയാളത്തിലെ മുഖമല്ല, മുഖം എന്ന് പറഞ്ഞാൽ വായ എന്നാണ് സംസ്കൃതത്തിൽ അർത്ഥം. അപ്പോ വായ സംയമ്യ, സംയമിച്ചിട്ട് വായ അടച്ചിട്ട് എന്നർത്ഥം. യത്നേന, പരിശ്രമത്തോടുകൂടി. പ്രാണം ഘ്രാണേന രേചയേത്. ഘ്രാണേന, മൂക്കുകൊണ്ട്. പ്രാണനെ രേചകം ചെയ്യണം. പ്രാണം എന്ന് പറഞ്ഞാൽ വായു എന്നർത്ഥം. പ്രാണവായു, പ്രാണവായുവിനെ പുറത്തേക്ക് കളയണം. അങ്ങനെയാണ് തുടക്കം. അപ്പം പത്മാസനത്തില് നട്ടെല്ല് നിവർത്തിയിരുന്ന് വായ അടച്ച്, അതായത് മൂക്കിലെ കൂടെയാണ് ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം പറയാനില്ല. അപ്പോൾ എങ്കിലും അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വായ അടച്ച് മൂക്കിലൂടെ ശ്വാസത്തെ പൂർണ്ണമായും പുറത്തേക്ക് വിടുക. അതാണ് ഭസ്ത്രികയുടെ ആദ്യത്തെ ഘട്ടം. ഇവിടെ സുധീഹി പറഞ്ഞിട്ടുണ്ട്. ഈ സുധി എന്നുള്ളത് പല പ്രാവശ്യം വിളിക്കുന്നുണ്ട്. യോഗിമാർക്ക് സുധി എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അതായത് സുധി നല്ല സുസ്ഥിരമായിട്ടുള്ള ബുദ്ധിയുള്ളവനായിരിക്കും, അതിന് ബുദ്ധി ഉറച്ചിരിക്കും എന്നർത്ഥം. ഭഗവത്ഗീതയില് സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലക്ഷണം തന്നെ കുറിച്ചിട്ടുണ്ട്. അപ്പൊ സ്ഥിതപ്രജ്ഞൻ എന്നുള്ളത് തന്നെയാണ് ഉറച്ച ബുദ്ധി ഉള്ളവൻ എന്നർത്ഥം. അപ്പം പത്മാസനം സമ്യക്കായിട്ട് ചെയ്യണം എന്ന് പ്രത്യേകം വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല പത്മാസനത്തിൽ ഉറപ്പ് വരണം ഈ സാധാരണ പ്രാണായാമം ചെയ്യുന്നവർക്ക് എന്ന് പ്രത്യേകം പറയാൻ. ഒരു 3 മണിക്കൂറൊക്കെ തുടർച്ചയായിട്ട് ഇരിക്കാൻ തക്കവണ്ണം പത്മാസനം നമുക്ക് വഴങ്ങണം. അതിനെയാണ് ആസനസിദ്ധി എന്ന് പറയുന്നത്. പ്രാണനെ ഘ്രാണം കൊണ്ട്, അതായത് വായുവിനെ മൂക്ക് കൊണ്ട് രേചകം ചെയ്യണം. അപ്പോ അതിന്റെ ഒരു തുടക്കം, ഭസ്ത്രികയുടെ തുടക്കമാണ് പറഞ്ഞത്. മൂക്കിലൂടെ ആദ്യം കംപ്ലീറ്റ് രേചകം ചെയ്യും.
പിന്നെയാണ് ശബ്ദം ഇത് കാറ്റ് നിറക്കുന്നത്. അതിൻ്റെ ഇതിപ്പം ഭസ്ത്രിക തുടങ്ങാനുള്ള ഒരു കൃത്യമായി നല്ല ആസനം പറഞ്ഞു, ശരീരത്തിന്റെ വടിവ് പറഞ്ഞു, ശ്വാസം എല്ലാം പുറത്തേക്ക് വിട്ട് ഇനി ഭസ്ത്രിക നിറക്കുന്നതാണ് പറയാൻ പോകുന്നത്. അടുത്ത് യഥാ ലഗതി ഹൃത് കണ്ഠേ, അതാണ് ഹൃത് കണ്ഠ കപാല മൂന്നെണ്ണമാണ്. ഹൃത്ത് എന്നുവെച്ച ഹൃദയം, കണ്ഠം കഴുത്ത്, കപാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റി, മൂന്നെണ്ണമാണ്. ഹൃത് കണ്ഠേ കപാല അവധി യഥാ ലഗതി. ലഗതി എന്ന് പറഞ്ഞാൽ ഒട്ടി നിൽക്കുക എന്നർത്ഥം. അപ്പം ഈ മൂന്ന് സ്ഥാനത്തും ശബ്ദം കടന്നു ചെല്ലണം എന്നർത്ഥം. ആ രീതിയിൽ ആണ് ശ്വാസം നിറക്കേണ്ടത്. വേഗേന പൂരയേച്ചാപി, നല്ല വേഗത്തിലാണ് പൂരകം ചെയ്യേണ്ടത്. ഭസ്ത്രികയാണെന്നതിൽ ഓർമ്മ വേണം. അപ്പം വേഗത്തില് ഹൃദ്പത്മാവധി മാരുതം, മാരുതനെ, മാരുതം എന്ന് പറഞ്ഞാൽ കാറ്റ്, വായു. ഹൃത്പത്മം പറഞ്ഞു കഴിഞ്ഞാൽ അനാഹതപത്മം, ഹൃത്ത് ഹൃദയം, ഹൃദയപത്മം വരെ മാരുതം പൂരയേത്. ആ നെഞ്ചിന്റെ അവിടെ വരെ വായുവിനെ പൂരിപ്പിക്കുക, അവിടുത്തെ വരെ പോകുന്നതായിട്ട് സങ്കല്പിക്കുകയും വേണം. ഇപ്പൊ മൂന്ന് സ്ഥാനം, കപാലം, കണ്ഠം, ഹൃദയം, ഈ മൂന്ന് സ്ഥാനത്തും ടച്ച് ചെയ്തുകൊണ്ട് ശ്വാസം പോകുന്നു എന്ന് ഭാവന ചെയ്യുകയും വേണം. അങ്ങനെ അവിടെ ഉരസുകയും വേണം. അതാണ് ലഗതി എന്ന് പറഞ്ഞാല് ഒട്ടുക എന്നുള്ള അർത്ഥമാണ്. ശ്വാസം അതിലെ കൂടെ ഒട്ടുന്നതായിട്ട് സങ്കല്പിക്കണം. ശ്വാസം അതിലെ കൂടെ പോകുന്നതായിട്ട്. സാധാരണ നമ്മള് ശ്വാസം എടുക്കുമ്പോൾ എവിടെ മുട്ടുന്നതൊന്നും ചിന്തിക്കാറില്ല. പക്ഷെ ഭസ്ത്രികയാവുമ്പോ ആ പോകുന്ന സ്ഥലവും കൂടി നമ്മൾ അറിയണം എന്നർത്ഥം. അവയർനെസ്, അതെ, ഒരു അവയർനെസ് വേണം. അതാണ് ഈ കോൺഷ്യസ്നെസ് അവയർനെസ് ആയിട്ട് വ്യത്യാസമുണ്ടല്ലോ. കോൺഷ്യസ് ആണ് നമ്മള്, പക്ഷെ അവയർനെസ് കൂടി വേണം. അവിടെ ടച്ച് ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നണം, നമുക്ക് ഹൃദയത്തിൽ വരണം. ഇവിടെ സസ്വനം എന്ന് പറഞ്ഞത് ശ്രദ്ധിക്കണം. സ്വനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദമാണ്, അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സസ്വനം, ശബ്ദത്തോടു കൂടി ആയിരിക്കണം ശ്വാസം എടുക്കുന്നത് എന്നർത്ഥം. ഇനി പുനർ വിരേചയേത്, പിന്നീട്, പുനഃ പിന്നീട് വിരേചയേത് എന്ന് പറഞ്ഞാൽ രേചകം ചെയ്യണം. തദ്വത്, അതേപോലെ പൂരയേത് ച, പുനഃ വീണ്ടും വീണ്ടും നല്ല വേഗതയില്. നമുക്ക് ഭസ്ത്രിക എന്ന് പറയുമ്പോൾ ഓർമ്മയുണ്ടല്ലോ, ദീർഘശ്വാസവും ഇതൊന്നുമല്ല ഇവിടെ വിഷയം. വളരെ വേഗതയിലാണ് ചെയ്യുന്നത്, രേചകവും പൂരകവും ഒക്കെ. അതാണ് പുനഃ വിരേചയേത് തദ്വത്. ശ്വാസം എടുത്തു, അത് ഈ എവിടെയൊക്കെ ടച്ച് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇത് അതിൽ മൊത്തം ബാധകമാണ്. കപാലം, കണ്ഠം, ഹൃത്ത്. പുറത്തേക്ക് പോകുമ്പോൾ ഹൃത്ത്, കണ്ഠം, കപാലം, കപാലം, ഹൃത്ത്, കണ്ഠം. ഈ രീതിയിൽ അറിഞ്ഞുകൊണ്ട് അവയർനെസ്സോട് കൂടിയിട്ട് ശ്വാസം എടുക്കുകയും വിടുകയും പുനഃ വീണ്ടും 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 ചെയ്യണം. യഥൈവ, അടുത്ത ശ്ലോകമാണ് ചൊല്ലുന്നത്. യഥാ ഏവ ലോഹകാരേണ, അതാണ് പറഞ്ഞത്. ലോഹകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോഹപ്പണിക്കാരൻ, കൊല്ലൻ എന്നൊക്കെ നമ്മള് പണ്ടത്തെ രീതിയിൽ, ഇപ്പം അതൊന്നുമില്ല, എന്നാലും പണ്ട് അങ്ങനെയാണ്. അതാണ് ലോഹകാരേണ ഭസ്ത്ര,
ഈ ലോഹപ്പണിക്കാരൻ ഭസ്ത്ര എന്ന് പറഞ്ഞ ഉല, അപ്പൊ കൊല്ലന്റെ ഉല പോലെ വേഗേന ചാല്യതേ, വളരെ വേഗത്തില് എടുക്കുകയും പുറത്തേക്ക് വിടുകയും എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്തുകൊണ്ടിരിക്കണം. പുനഃ പുനഃ. ഇതാണ് ഭസ്ത്രികയുടെ രീതി. നമുക്കറിയാം, മറ്റേ കപാലഭാതിക്ക് ശ്വാസം പുറത്തേക്ക് വിടൽ മാത്രമേ ഉള്ളൂ, അകത്തേക്ക് എടുക്കുന്നതില്ല. അതുകൊണ്ട് തന്നെ അത് ഒരു പ്രാണായാമത്തിൽ കൂട്ടിയിട്ടുമില്ല. ഇവിടെ അകത്തേക്കും പുറത്തേക്കും സ്പീഡിലാണ് വിടുന്നത്, ശക്തമായിട്ടാണ് വിടുന്നത്. അപ്പം അതിന് ശബ്ദവും വേണം, സസ്വനം. അപ്പൊ ആ രീതിയിൽ പുനഃ പുനഃ ഭസ്ത്രിക എന്നുള്ള ആ പേര് ഉല പോലെ ചെയ്യുക എന്ന്. ഈ വസ്ത്രം കൊണ്ട് പറഞ്ഞ ഉല കൊണ്ട് എങ്ങനെയാണോ ലോഹകാരൻ വേഗത്തിൽ എടുക്കുകയും വിടുകയും ചെയ്യുന്നത്, അതുപോലെ വിട്ടുകൊള്ളണം. തഥൈവ സ്വശരീരസ്ഥം ചാലയേത് പവനം ധിയാത. തഥാ ഏവ, ഏതുപോലെ, യഥാ ലോഹകാരേണെന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ലോഹകാരൻ യഥാ എപ്രകാരമാണോ വസ്ത്രം എന്ന് പറയുന്ന ഉല കൊണ്ട് വേഗത്തിൽ ചലിപ്പിക്കുന്നത്, തഥാ ഏവ അതുപോലെ സ്വശരീരസ്ഥം, തന്റെ ശരീരം തന്നെ, സ്ഥം സ്ഥിതി ചെയ്യുന്ന, തന്റെ ശരീരസ്ഥമായ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന പവനം. പവനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായു. ഈ പവനൻ എന്ന വാക്ക് വരുന്നത് ശുദ്ധീകരിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് പവനൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ തന്റെ ശരീരത്തിലുള്ള പവനനെ, വായുവിനെ നേരത്തെ ഈ ഒല പോലെ ചാലയെ ചലിപ്പിക്കുക, ദിയാന്ന് പറഞ്ഞോടെ. ദിയ എന്ന് പറഞ്ഞ വിത്ത് അവയർനെസ് എന്നുള്ള അർത്ഥമായി. ദി എന്ന് പറഞ്ഞ ബുദ്ധിയാണ്. അപ്പം ബുദ്ധിയോടുകൂടി, നല്ല ബോധത്തോടുകൂടി, അവയർനെസ്സോട് കൂടിയിട്ട് ശരീരത്തിലിരിക്കുന്ന പവനനെ, കാറ്റിനെ, തഥാ ഭസ്ത്രം പോലെ ചാലയേത്, അങ്ങനെ പുറത്തേക്കും അകത്തേക്കും തുടർച്ചയായിട്ട് ശക്തമായിട്ട് ചലിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നർത്ഥം. എത്ര വരെ എന്ന് ചോദ്യമുണ്ട്. 10 പ്രാവശ്യമാണോ 20 പ്രാവശ്യമാണോ? യഥാ ശ്രമോ ഭവേത് ദേഹേ, ദേഹത്തില് എപ്പോഴാണോ, യഥാ തഥ, അതുപോലെയാണ് യഥാ തഥ, എപ്പോഴാണോ അപ്പോൾ. ആ യഥാ തഥ എന്നുള്ള യത്ത് തത്ത് എന്നുള്ള ശബ്ദം എപ്പോഴും ഈഫ് ക്ലോസ് ആണ്. അത് ഒന്ന് വന്ന വേറെ തഥാന്നപ്പുറത്തുണ്ടാവുന്ന അർത്ഥം. യഥാ ദേഹേ ശ്രമോ ഭവേത്, എപ്പോഴാണോ ദേഹത്തില് ശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ക്ഷീണം, പരിശ്രമം. അങ്ങനെ ദേഹത്തില് ഓരോരാളുടെ ദേഹത്തിനും വ്യത്യാസമാണ്. അപ്പൊ അതുകൊണ്ട് അത് എത്ര വേണമെന്നുള്ളത് നമ്മുടെ ശരീര പ്രകൃതിക്ക് അനുസരിച്ച് അതാണ് തീരുമാനിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുരുവിന്റെ ഒരു സപ്പോർട്ട് ആവശ്യമാണ് എന്നും കൂടി ഇവിടെ എടുക്കാം. അപ്പോ ദേഹത്തില് എപ്പോഴാണോ ശ്രമം ഭവേത്, ശ്രമം ഉണ്ടാവുന്നത്, അപ്പോ അത് തൽക്കാലം മതിയാക്കാം. എങ്ങനെ മതിയാക്കണം? തഥാ സൂര്യേണ പൂരയേത്. അപ്പൊ അങ്ങനെ ക്ഷീണിക്കുമ്പോഴ് സൂര്യേണ, സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ളവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, നമുക്കിപ്പം പെട്ടെന്ന് അറിയാം, വലത്തെ മൂക്കിലെ കൂടി. സൂര്യേണ പൂരയെ, പൂരകം ചെയ്യുക, നല്ല ദീർഘമായിട്ട് സൂര്യനാഡിയിലൂടെ ഉള്ളിലേക്ക് ശ്വാസമെടുക്കുക. അപ്പോ അതിന്റെ അർത്ഥം ഇടത്തെ മൂക്ക് അടക്കണം. ആ ഇടത്തെ മൂക്ക് അടക്കുന്നതിന്റെ രീതിയൊക്കെ നമുക്ക് അറിയാം.
ഇടത്തെ മൂക്ക് അടക്കുന്നത് ഈ വലത്തെ കൈയിന്റെ മോതിര വിരലും ചെറുവിരലും ചേർത്തിട്ടാണ് ഇടത്തെ മൂക്ക് അടക്കുന്നത്. അങ്ങനെ അടച്ചിട്ടാണ് ശ്വാസം വലത്തെ മൂക്കിലെ കൂടി നിറക്കേണ്ടത് എന്നർത്ഥം. അപ്പോ തഥാ സൂര്യേണ പൂരയേത്, അങ്ങനെ സൂര്യനെ കൊണ്ട് പൂരിപ്പിക്കുക. അങ്ങനെ ശ്രമം വരുമ്പോൾ ആ ഭസ്ത്രികയുടെ ആ വേഗതയൊക്കെ നിർത്തിയിട്ട് സൂര്യനെ, അതായത് വലത്തെ മൂക്കിലെ കൂടെ ദീർഘമായിട്ട് പൂരകം ചെയ്യുക. എക്സ്ക്യൂസ് മീ, തഥാ സൂര്യന പൂരയേത്. After inhalation, do we go for bandha or again go for bhastrika? What is that after effect? After you are tired, you go for inhalation. Pinne after that what? Is it for we go for bandha or? അതെ പറയും. Okay. അടുത്തതിൽ പറയും. ശരി. ഇപ്പം പൂരകം ചെയ്യുക എന്ന് അതിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ള അടുത്ത ഇതില് കഴിഞ്ഞിട്ട് ഇത് കുറച്ച് ദീർഘമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഭസ്ത്രികയല്ലേ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ട് ക്രമത്തിൽ പറയാണ്. അപ്പോ വലത്ത് മൂക്കിലൂടെ പൂരകം ചെയ്യുക എന്നവിടെ പറഞ്ഞു. യഥാ ഉദരം ഭവേത് പൂർണം. യഥാ തഥാ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എപ്രകാരമാണോ ഉദരം പൂർണം ഭവേത്, വയറ് നിറയുക, ഏതിനെ കൊണ്ട്? അനിലേന, വായുവിനെ കൊണ്ട്, പ്രാണനെ കൊണ്ട്. അപ്പം പൂരകം ചെയ്ത് ആ വായു കൊണ്ട് ഉദരം പൂർണമായാൽ തഥാ, അപ്പോൾ എന്ത് ചെയ്യണം എന്നാണ്. അനിലേന തഥാ ലഘു ധാരയേത് നാസികാം മധ്യതർജനീഭ്യാം വിനാ ദൃഢം. അപ്പൊ എന്ത് ചെയ്യണം വെച്ചാല് നാസിക, മൂക്കടക്കുക, കുംഭകം ചെയ്യാന്ന് അർത്ഥം തന്നെ അതാണ്. പെട്ടെന്ന് തന്നെ തഥാ ലഘു, പെട്ടെന്ന് നടുവിരലും ചൂണ്ടുവിരലും മധ്യ തർജനി, മധ്യം എന്ന് പറഞ്ഞാല് ഏറ്റവും നീളമുള്ള വിരല്, തർജനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തർജനം ചെയ്യുക എന്ന് പറഞ്ഞാല് ഇങ്ങനെ ചൂണ്ടുക എന്നാണ് അർത്ഥം. തർജനം എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം അതാണ്. അപ്പൊ ചൂണ്ടുവിരല് എന്നതിന്റെ അർത്ഥം. അപ്പൊ നടുവിരലും ചൂണ്ടുവിരലും അതിനെ രണ്ടും ഒഴിവാക്കിയിട്ട് വിന. അപ്പൊ എപ്പോഴും പ്രാണായാമത്തിന് ആ രണ്ട് വിരലാണ് നമ്മൾ ഒഴിവാക്കുന്നത്, നമുക്കറിയാം. അപ്പം അങ്ങനെ ദൃഢം, നല്ല ഉറപ്പായിട്ടും മൂക്ക് അടക്കുക. അപ്പൊ രണ്ട് ഭാഗവും അടക്കണമെന്നും അതിൽ വന്നു. ഈ രണ്ട് വിരൽ ഒഴിവാക്കിയിട്ട് ഒരു ഭാഗത്ത് പെരുവിരൽ കൊണ്ട്, വലത്ത് ഭാഗം പെരുവിരൽ കൊണ്ടും മറ്റേ രണ്ട് വിരൽ കൊണ്ട് ഇടത്ത് ഭാഗവും സ്ട്രോങ് ആയിട്ട് അടക്കുക എന്നാണ് കുംഭകം എന്നർത്ഥം. എപ്പോഴേ ഉദരം പൂർണ്ണം ഭവേത്, അപ്പോൾ വയറ്, ഉദരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസകോശത്തിൽ എടുത്താൽ മതി. വേറൊന്നും കൂടി അവിടെ എടുക്കണം. ഈ ഉദരശ്വാസമാണ്, ഉദരം കൂടി വീർക്കണം എന്ന് പറഞ്ഞാൽ ഉദരം കൂടി വീർക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ലങ്സിന് കപ്പാസിറ്റി ഉണ്ടാവും. അതാണ് ഉദരം എന്നും കൂടി ഇവിടെ കൊടുത്തത്. മധ്യതർജനീഭ്യാം വിനാ ദൃഢം. അങ്ങനെ അത് രണ്ടും കൂട്ടാതെ നല്ലവണ്ണം മൂക്ക് അടച്ച് പിടിക്കുക എന്നർത്ഥം. പിന്നെ വിധിവത് കുംഭകം കൃത്വം. വീണ്ടും ആ ശ്വാസം നല്ലവണ്ണം പിടിച്ചിട്ട് അവിടെ വീണ്ടും നല്ല അതിന്റെ തുടർച്ച തന്നെയാണ് വിധിവത് കുംഭകം കൃത്വ. വേണ്ടതുപോലെ വിധി പോലെ കുംഭകം ചെയ്യുക. എന്നിട്ട് ഇടയാ അനിലം രേചയേത്. പിന്നെ രേചകം ചെയ്യണം. രേചകം ഏതിലൂടെയാണ്? ഇടയിലൂടെ.
അപ്പൊ എടുക്കുന്നത് വലത്തെ കൂടെയാണ്. കുറെ നേരം ഭസ്ത്രിക ചെയ്ത് ക്ഷീണിച്ചാല് പിന്നെ ഒരു ദീർഘശ്വാസം വലത്തിലൂടെ എടുക്കുക, കുംഭകം ചെയ്യുക, ഇടത്തിലൂടെ രേചകം ചെയ്യുക. ഇത്രയുമായാൽ ഒരു റൗണ്ട് ഭസ്ത്രിക ആയി. ഒരു റൗണ്ട് ഇവിടെ പറയുന്നു, ബാക്കിയുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം എന്നർത്ഥം. ഇതേപോലെ ആവർത്തിച്ചു കൊള്ളണം എന്നർത്ഥം. ഇനി അതിന്റെ ഫലം പറയുന്നു. വാത പിത്ത ശ്ലേഷ്മ ഹരം. വാദം, പിത്തം, ശ്ലേഷ്മം എന്ന് പറഞ്ഞ കഫം. 3 ദോഷങ്ങളാണല്ലോ ഉള്ളത്, വാദവും പിത്തവും കഫവും. ഈ 3ഉം ഹരിക്കും, ഇല്ലാണ്ടാക്കും. എന്നാൽ എല്ലാ ദോഷങ്ങളും, വാദപിത്ത കഫ ദോഷങ്ങൾ പരിഹരിച്ച എന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എല്ലാ രോഗങ്ങളും ഇല്ലാണ്ടായി എന്നർത്ഥമാണ്. വാദപിത്ത കഫങ്ങളുടെ സമാവസ്ഥയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അതിന്റെ വിഷമം അതാണ് രോഗം. അതുകൊണ്ട് എല്ലാ രോഗങ്ങളും ഭസ്ത്രിക കൊണ്ട് പോവും എന്ന് ഭംഗ്യന്തരേണ ഇവിടെ പറഞ്ഞിരിക്കുന്നു. ശരീരാഗ്നി വിവർദ്ധനം. ശരീരാഗ്നി എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ദഹനാഗ്നി, വിശപ്പ് വർദ്ധിപ്പിക്കും. നല്ല ദഹനം കൊണ്ട് എല്ലാ കഴിച്ചതെല്ലാം നല്ല വൃത്തിയായിട്ട് ദഹിക്കും എന്നർത്ഥം. അതിന് ആ അഗ്നിക്ക്, ശരീരാഗ്നിക്ക് വർദ്ധനവ് ഉണ്ടാകും. ഇവിടെ 2 തരം ഭസ്ത്രികയെ പറ്റി ചിന്തിക്കാവുന്നതാണ്, ഒരു സൂചനയിലുണ്ട്. അതായത് വലത് കൈയിന്റെ ചെറുവിരലും മോതിരവിരലും കൊണ്ട് ഇടത് നാസാദ്വാരം അടച്ച് വലതേ മൂക്കിലൂടെ വേഗത്തിൽ ശ്വാസമെടുക്കുകയും വിടുകയും ചെയ്യാം. അതിൽ ക്ഷീണം വരുമ്പോൾ ദീർഘശ്വാസം എടുത്ത് കുംഭകം ചെയ്ത് ഇടതിലൂടെ രേചകം ചെയ്യുക എന്നുള്ളത്. അപ്പോ അവിടെ പിന്നീട് പെരുവിരൽ കൊണ്ട് വലത് മൂക്കടച്ച് ഇടതിലൂടെ വേഗത്തിൽ ശ്വാസം ചെയ്ത് ക്ഷീണിക്കുമ്പോൾ ദീർഘശ്വാസം എടുത്ത് വിധിവത് കുംഭകം ചെയ്ത് വലത് മൂക്കിൽ വിടുക. അങ്ങനെ ഒരു രീതിയുണ്ട്. ഇതിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല ഏത് ഇതിലെ കൂടി അകത്തേക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. 2 മൂക്കിലെ കൂടി എന്നാണ് പറഞ്ഞത്. പക്ഷെ വേറൊരു രീതിയുണ്ട്, അതായത് ഇടത്തെ മൂക്കിലെ കൂടെ തന്നെ ചെയ്തിട്ട് വിട്ടിട്ട് അങ്ങനെ എടുക്കുന്ന ഒരു രീതി. ഇനി വേറൊരു രീതി എന്താ വെച്ചാല് ഇടത് മൂക്കടിച്ച് വലത് മൂക്കിലൂടെ എടുക്കുന്ന ഒരു രീതി. ഇങ്ങനെ 2 രീതി. വലത് മൂക്കിലൂടെ കയറ്റി വലത് അടച്ച് ഇടതിലൂടെ വിടുക. ഇത് തന്നെ വേഗത്തിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓൾട്ടർനേറ്റീവ് ആയിട്ട് ചെയ്യുന്ന ഒരു രീതിയും ഉണ്ട്. ഇതിൽ പറഞ്ഞതല്ല, മറ്റ് ഗ്രന്ഥാന്തരങ്ങളില് പിന്നെ പേരണ്ടലിലും ഘടരത്നാവലി അങ്ങനെ പലതിലും പലതരത്തിലുള്ള കുംഭകങ്ങൾ വരുന്നുണ്ട്. അപ്പം അതുകൂടി ഞാനിവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മള് ഭസ്ത്രിക എന്ന് പറയുന്നത് 2 മൂക്കിലൂടെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്ത് അവസാനം നിർത്തുന്നത് വലത് മൂക്കിലൂടെയാണ് എന്ന് മാത്രമേ ഉള്ളൂ. അത്രയാണ് ഒരു വ്യത്യാസം എന്ന് പറയാൻ. ഭസ്ത്രിക കുറച്ച് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് കുറെ ശ്ലോകങ്ങൾ എടുത്തത്, തീർന്നിട്ടില്ല. ഇനിയും ഇതിന്റെ ഫലശ്രുതി പറയാൻ പോകുന്നു. കുണ്ടലി ബോധകം ആണ്. ക്ഷിപ്രം നമുക്കറിയാലോ, കുണ്ടലിനി ശക്തിയെ ബോധകം ചെയ്യാന്ന് ഉണർത്തുക എന്നർത്ഥമാണ്. അപ്പോ കുണ്ടലിനി ശക്തിയെ ക്ഷിപ്രം ബോധകം, ക്ഷിപ്രം എന്ന വേഗത്തിൽ, അതിനെ പെട്ടെന്ന് ഉണർത്താനുള്ള ശക്തി ഈ ഭസ്ത്രികയ്ക്ക് ഉണ്ട് എന്ന് പറയുമ്പോ ശ്രദ്ധിച്ച് ചെയ്യണമെന്നും കൂടി അതിൽ അണ്ടർസ്റ്റുഡ് ആണ്. കുണ്ടലിനി പ്രബോധനം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് പവർഫുൾ ആണ് എന്ന് നമ്മൾ എടുക്കണം. പവനം സുഖദം ഹിതം. പവനം എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതിനെ ശുദ്ധീകരിക്കുന്നത്? ശരീരത്തിനെ മാത്രമല്ല, നമ്മുടെ പാപങ്ങളെയും ശുദ്ധീകരിക്കും. അതുകൊണ്ടാണ്
സുഖദം. പാപം പോകുമ്പോഴാണ് സുഖം കിട്ടുക. അപ്പം സുഖദമാണ് ഹിതം. സുഖം തരുന്നത് മാത്രമല്ല, സാധാരണ സുഖം തരുന്നത് ഹിതമാവണമെന്നില്ല. ഇവിടെ ഹിതവും കൂടിയാണ്. ഹിതം എന്ന് പറഞ്ഞാൽ നമുക്ക് യോജിച്ചത് എന്നുള്ളൊരർത്ഥമാണ് ഹിതം എന്നുള്ളതിന് വരാം സാധാരണ. അപ്പം പവനമാണ്, സുഖദമാണ്, ഹിതമാണ്. ശുദ്ധീകരിക്കുന്നതാണ്, സുഖം തരുന്നതാണ്, ഹിതവുമാണ്. ബ്രഹ്മനാഡീമുഖേ സംസ്ഥ കഫാദി അർഗള നാശനം. ബ്രഹ്മനാഡിയുടെ മുഖത്ത്, ബ്രഹ്മനാഡി എന്ന് പറയുന്നത് നമ്മുടെ സുഷുമ്നാ നാഡിയിലെ ഏറ്റവും മധ്യത്തിലുള്ള പ്രധാനപ്പെട്ട നാഡിയാണ്. അതിൻ്റെ മുഖത്തുള്ള കഫം മുതലായിട്ടുള്ള അർഗളം, തടസ്സം, അവിടെയൊക്കെ കഫം നിന്നാൽ അതിലെ കൂടി ഈ കുണ്ടലിനി ശക്തിക്ക് പ്രവേശനമില്ലാണ്ടാവും. അപ്പോൾ അതെല്ലാം നശിപ്പിക്കും ഈ ഭസ്ത്രിക. എന്നിട്ട് അതിലൂടെയുള്ള പ്രാണന്റെ പ്രവേശനം എളുപ്പമാക്കും. അതിൻ്റെ തടസ്സങ്ങൾ, അർഗളം, തടസ്സങ്ങൾ, ലോക്കിങ് ഒക്കെ നാശനം എന്നാണ്. അതോടുകൂടി അല്ല, ഒരു ശ്ലോകം കൂടി അതിൻ്റെ അത്രയും പ്രാധാന്യം ഉണ്ടെന്നില്ല എൻ്റെ അർത്ഥമാണ്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഗുണങ്ങൾ പറയുന്നതാണ്. ഇതില് വേറെയും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് സൂര്യഭേദനം എന്ന് പറയുന്നത്, ഉജ്ജായി എന്ന് പറയുന്നതൊക്കെ ഉഷ്ണരൂപത്തിലുള്ളതാണ്. ശരീരത്തിന് ഉഷ്ണം ഉണ്ടാക്കുക. അപ്പൊ തണുപ്പ് കാലത്ത് അത് കുറച്ചുകൂടി സുഖകരമായിരിക്കും. അതേസമയം ശീതളി, ശീത്കാരി മുതലായിട്ടുള്ളതൊക്കെ ശീതരൂപികളാണ്. അത് വേനൽക്കാലത്ത് സുഖം കിട്ടും. എന്നാ ഭസ്ത്രിക രണ്ടുമാണ്, സമശീതോഷ്ണമാണ് ഭസ്ത്രിക. അതുകൊണ്ട് എല്ലാ കാലത്തും സുഖദമാണ് എന്ന് എടുക്കണം. അതേപോലെ സൂര്യഭേദി എന്ന് പറയുന്നത് വാദം നശിപ്പിക്കും. ഉജ്ജായി കഫം നശിപ്പിക്കും. ശീത്കാരി, ശീതളികള് പിത്തനാശകമാണ്. എന്നാല് ഭസ്ത്രിക ത്രിദോഷഹരം എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 ദോഷങ്ങൾ, വാദപിത്ത കഫങ്ങൾ 3 ഇല്ലാണ്ടാക്കും ഭസ്ത്രിക. സമ്യക് ഗാത്ര സമുദ്ഭൂത അടുത്തതാണ്. അപ്പം സമ്യക് നല്ലവണ്ണം, വേണ്ടവണ്ണം എന്നല്ല, ഗാത്ര സമുദ്ഭൂത ഗ്രന്ഥിത്രയ വിഭേദകം. ഗ്രന്ഥിത്രയം 3 ഗ്രന്ഥികള്. ഗ്രന്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ട് എന്നാണ് അർത്ഥം. ശരിക്കും ഗ്രന്ഥികൾ നമുക്കറിയാം, 3 ഗ്രന്ഥികളുണ്ട്. അത് ബ്രഹ്മഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, രുദ്രഗ്രന്ഥി. ഇങ്ങനെ 3 ഗ്രന്ഥികളുണ്ട് നമ്മുടെ സുഷുമ്നയിൽ. ആ ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കെട്ടാണ്. ആ കെട്ട് പൊട്ടിച്ചാൽ മാത്രമേ അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റൂ. അപ്പം ഇത് അങ്ങനെയുള്ള ഗ്രന്ഥിത്രയ വിഭേദനം, ആ ഗ്രന്ഥിത്രയങ്ങളെയും ഭേദിക്കാൻ ശക്തമാണ് ഭസ്ത്രിക എന്നർത്ഥം. അതുകൊണ്ട് എന്ത് ചെയ്യണം? വിശേഷേണൈവ കർത്തവ്യം. വിശേഷേണ കർത്തവ്യം, പ്രത്യേകിച്ചും ചെയ്യണം. ആര്? യോഗിമാർ. വസ്ത്രാഖ്യം കുംഭകം ത്വിദം. വസ്ത്രാഖ്യം, വസ്ത്ര എന്ന് പേരായ ഈ കുംഭകം യോഗിമാര് വിശേഷിച്ചും ചെയ്യേണ്ടതാണ് എന്ന് ഇവിടെ വീണ്ടും അത് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പം ഗന്ധി എന്ന് പറഞ്ഞാൽ കെട്ടാണ്, വഴിയിലെ തടസ്സം. അതായത് ഈ സുഷുമ്നയില് കയറുമ്പോൾ തന്നെ ഒരു തടസ്സമുണ്ട്, ബ്രഹ്മഗ്രന്ഥി. മധ്യത്തില് ഒരു തടസ്സമുണ്ട്, വിഷ്ണുഗ്രന്ഥി.
ആ വിഷ്ണുഗ്രന്ഥി എന്ന് പറയുന്ന അനാഹതത്തിലാണ്, ബ്രഹ്മഗ്രന്ഥി എന്ന് പറയുന്നത് മൂലാധാരത്തിലാണ്, പിന്നെ രുദ്രഗ്രന്ഥി ആജ്ഞാചക്രത്തിലാണ്. ഈ 3 പ്രധാനപ്പെട്ട ചക്രങ്ങളുമാണ് മൂലാധാരം, അതേപോലെ ഈ നെഞ്ചിലുള്ള അനാഹതം, ആജ്ഞ. ഈ 3 ചക്രങ്ങളും പ്രധാനമാണ്. ആ ചക്രങ്ങളിലാണ് ഗ്രന്ഥി ഇരിക്കുന്നത്. ആ ഗ്രന്ഥികളെ തടസ്സം കളയണം എന്നർത്ഥം. അപ്പം ഈ ആദ്യത്തെ മൂലാധാരത്തിലെ ബ്രഹ്മഗ്രന്ഥി ഭേദിക്കുക എന്ന് പറഞ്ഞ അർത്ഥം, അവിടെയാണ് ഇന്ദ്രിയങ്ങള്, അതായത് കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക് മുതലായിട്ടുള്ള ഇന്ദ്രിയങ്ങളുടെ ആകർഷണം അവിടെയാണ് ഇരിക്കുന്നത്. ആ ആകർഷണങ്ങളെ ജയിക്കുക എന്നാണ് അർത്ഥം അവിടുത്തെ ബ്രഹ്മഗ്രന്ഥി ഭേദിച്ചു എന്ന് പറഞ്ഞത്. പിന്നത്തേത് വിഷ്ണുഗ്രന്ഥിയാണ്. വിഷ്ണുഗ്രന്ഥി എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ഹൃദയം എന്ന് പറയുന്നത് ഭക്തി അങ്ങനെയുള്ള പ്രാധാന്യമുള്ളതാണ്. അതായത് വികാരങ്ങളെ ജയിക്കുന്നതാണ് വിഷ്ണുഗ്രന്ഥി എന്നർത്ഥം. അപ്പം കഠിനമായിട്ടുള്ള വികാരങ്ങളെയൊക്കെ നന്നാക്കി ആക്കുന്നതാണ് ഭക്തി. അപ്പൊ ഭക്തിയോഗത്തിന് പ്രാധാന്യം വരുന്നത് അവിടെയാണ്. അത് കഴിഞ്ഞ് രുദ്രഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ആജ്ഞാചക്രത്തിലാണ്. അവിടെ മനസ്സിന്റെ സ്ഥാനമാണ്. അപ്പൊ അവിടെ എത്തുമ്പോഴേക്ക് പല പല സിദ്ധികളും നമുക്ക് ലഭിക്കും. അപ്പൊ ഈ സിദ്ധികള് അതിന്റെ ആകർഷണത്തെ ഭേദിക്കലാണ് ഈ രുദ്രഗ്രന്ഥി ഭേദനം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 3 ലെവലിലേക്ക് എത്തും ഭസ്ത്രികയിലൂടെ തന്നെ എന്നർത്ഥം. അപ്പൊ ആദ്യത്തെ ഗ്രന്ഥി ഭേദനത്തിലൂടെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ജയിക്കും, 2ാമത്തെ ഗ്രന്ഥിയിലൂടെ വികാരങ്ങളെ ജയിക്കും, 3ാമത്തെ ഗ്രന്ഥിയിലൂടെ സിദ്ധികളെ ജയിക്കും. ഈ രീതിയിലുള്ള 3 തരം ജയം ഇതിലിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ചൊല്ലാം. മാസ്റ്റർ, ഇത് എത്ര പ്രാവശ്യം ചെയ്യണം എന്തെങ്കിൽ അത് ഇതിൽ കൊടുത്തിട്ടില്ല. പക്ഷെ ഒരു സൂചന കൊടുത്തിട്ടുണ്ട്. ശ്രമം എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രമം എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പലർക്കും പല ശക്തി, പിന്നെ അർഹതയാണ്. ചിലയാൾക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും, ചിലയാൾക്ക് അത്ര പറ്റില്ല. അപ്പൊ അതാണത് അറിഞ്ഞ് ചെയ്യേണ്ടത് ആണ്. ചെയ്യേണ്ടതാ എന്ന് പറയുമ്പോൾ ഗുരുവിന്റെ ഒരു സാന്നിധ്യം അവിടെ വേണം. അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് എത്രയാവാം എന്നുള്ളത്. എന്തവിടെ വന്നു കഴിഞ്ഞു. അതൊന്ന് നമ്മളിപ്പോ ഇത്ര വരെയും ഭസ്ത്രിക മൊത്തം തീർച്ചയായിട്ടും കാരണം അത്രയും പ്രാധാന്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കണം. ഇതുകൊണ്ട് പ്രാധാന്യമുണ്ട്, അതുകൊണ്ട് ചെയ്താൽ ഗുണമുണ്ട് എന്നും അർത്ഥമുണ്ട്. അതേപോലെ ശ്രദ്ധ വേണം എന്നും അർത്ഥമുണ്ട്. ഭസ്ത്രിക വളരെ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രാണായാമ വിശേഷമാണ്. വളരെ ഈസി ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതല്ല, നല്ല പവർഫുള്ളാണ്. അതുകൊണ്ട് ഗുരുവിന്റെ സാമീപ്യം അതിൻ്റെ ആദ്യകാലങ്ങളിൽ തീർച്ചയായിട്ടും വേണം എന്ന് ഇതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പരിണതിയാണ്. ഇനി ഭ്രാമരിയാണ്. ഭ്രാമരി പ്രാണായാമം. വേഗാത് ഘോഷം പൂരകം. വേഗാത് വേഗത്തിൽ പൂരിപ്പിക്കണം. വേഗാത് പൂരകം. ഘോഷം ഭൃംഗനാദം. ഒരു ശബ്ദം ഉണ്ടാക്കണം, ഒരു ഘോഷം വരണം. ആ ഘോഷം ഏത് ഘോഷമാണ്? ഭൃംഗനാദം, വണ്ടിന്റെ ശബ്ദമാണ്. വണ്ട് ആൺവണ്ട് എന്ന് തന്നെ പറയണം. കാരണം ഭൃംഗം, ഭൃംഗി. ഭൃംഗി എന്ന് പറഞ്ഞാൽ പെൺവണ്ടാണ്, ഭൃംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺവണ്ടാണ്. അപ്പൊ ഇതിന് ഭൃംഗിയുടേതും വരുന്നുണ്ട്. അതുകൊണ്ട് പൂരകത്തിലെ
ആൺവണ്ടിന്റെ ശബ്ദമാണ് എടുക്കേണ്ടത് എന്നർത്ഥം. പൂരകത്തിനും രേചകത്തിനും ശബ്ദം എടുക്കുന്നുണ്ട്. ഭ്രാമരി പലതരത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഹഠയോഗ പ്രദീപികയിലെ ഭ്രാമരിക്ക് എടുക്കുമ്പോഴും വിടുമ്പോഴും ശബ്ദമുണ്ട്. ചിലതിലൊക്കെ വ്യത്യാസം ഉണ്ട്, ഇതില് അങ്ങനെയല്ല. അപ്പം ഘോഷം ഭൃംഗനാദം ചെയ്തുകൊണ്ട് വേഗാത് പൂരകം, പൂരകത്തിലൂടെ നല്ല ആൺവണ്ടിന്റെ ശബ്ദത്തോടുകൂടി, കുറച്ച് ബേസ് ശബ്ദമാണെന്ന് അർത്ഥം അവിടെ ആൺവണ്ടി. അടുത്തത് വേറെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം അകത്തേക്ക് എടുക്കുന്നതിന് ഒരു ശബ്ദം. ഇനി ഭൃംഗീനാദം രേചകം മന്ദമന്ദം. രേചകം ഭൃംഗീനാദം പെൺവണ്ടിന്റെ ശബ്ദമാണ്. അത് മന്ദമന്ദം, സാവധാനത്തിലാണ്. എടുക്കുന്നതിനേക്കാളും വിടുന്നതിനേക്കാളും വേഗത്തിലാണ് എടുക്കേണ്ടതെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അതായത് എടുക്കുന്നതിന് ഇരട്ടി സ്പീഡാണ് പൊതുവെ ഈ പ്രാണായാമങ്ങളിൽ. പൂരകത്തിന്റെ ഇരട്ടി ശബ്ദം സമയം കൊണ്ടാണ് രേചകം എന്ന് ഒരു അലിഖിത നിയമം ഉണ്ട്. ആദ്യകാലത്തല്ല, അതിൻ്റെ ഒരു ഘട്ടെത്തുമ്പോൾ പൂരകത്തിന്റെ നേരെ ഡബിളായിട്ടാണ് രേചകം വരുന്നത്. അപ്പോ ഇവിടെ വേഗാത് പൂരകം ഘോഷം ഭൃംഗനാദം. പൂരകം വേഗത്തിലാണ്, പിന്നെ ഭൃംഗനാദത്തിലാണ്. രേചകം മന്ദമന്ദം ഭൃംഗീനാദം. രേചകം പുറത്തേക്ക് വിടുന്നത് പെൺവണ്ടിന്റെ സ്വരത്തിലാണ്, അത് മന്ദമന്ദമാണ്, അത് നേർത്ത ശബ്ദമാണ്. യോഗീന്ദ്രാണാം ഏവം അഭ്യാസയോഗാത്. യോഗീന്ദ്രന്മാര്, യോഗിമാരെന്ന് മാത്രമല്ല പറഞ്ഞത്, യോഗിമാരിൽ ഇന്ദ്രന്മാര്, യോഗിമാരിലെ ശ്രേഷ്ഠന്മാര് എന്നെടുക്കണം. അവർക്ക് ഈ ഏവം അഭ്യാസയോഗാത്, ഇത്തരം അഭ്യാസയോഗം കൊണ്ട്, അഭ്യാസത്തിന്റെ ചേർച്ച കൊണ്ട്, അതായത് ഭൃംഗഭൃംഗി നാദമാകുന്ന ഭ്രാമരിയിലൂടെ, ഭ്രാമരി പ്രാണായാമത്തിലൂടെ ചിത്തേ, അവരുടെ ചിത്തത്തില് ജാത ജനിക്കും, ഉണ്ടാവും. എന്തെന്ന്? കാചിത് ആനന്ദലീല. അവർക്ക് മനസ്സില് ആനന്ദം, ലീല കളിയാടും. മനോഹരമായിട്ട് മനസ്സിന് ഭയങ്കര സന്തോഷം കൊടുക്കുന്ന ഒരു പ്രാണായാമ വിശേഷമാണ് ഭ്രാമരി എന്നർത്ഥം. ഈ രീതിയിൽ ചെയ്യുമ്പോൾ അപ്പൊ ആൺവണ്ടിന്റെ ശബ്ദത്തോടെ വേഗത്തിൽ പൂരകവും പെൺവണ്ടിന്റെ ശബ്ദത്തോട് സാവധാനത്തില് രേചകവും. ഇതാണ്. അപ്പം കുംഭകം നമുക്കറിയാം, മുമ്പ് പറഞ്ഞതുപോലെ ചെയ്യണം. അവിടെ പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിലും സന്ദർഭത്തിൽ നിന്ന് എടുത്തുകൊള്ളണം. നമ്മള് പൂരകം കഴിഞ്ഞാൽ അവിടെ ഒരു കുംഭകം കൊടുത്തിട്ടാണ് രേചകം ചെയ്യുന്നത് എന്ന് നമുക്ക് ഓർമ്മ വേണം. അത് വിശേഷമായതേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ എന്ന് എടുക്കണം. കാചിത് ആനന്ദലീല. കാചിത് എന്നൊരു വിഷയം. കാചിത് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആനന്ദം ഉണ്ടാകും അവർക്ക്, അനിർവാച്യമാണ്. അപ്പം ഭ്രമരം എന്ന് പറഞ്ഞാൽ ഭൃംഗം തന്നെ അർത്ഥം, വണ്ട്. ഭ്രമരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൃംഗി, പെൺവണ്ട് എന്ന് അർത്ഥമായി. അപ്പം ഭ്രമരത്തിന്റെ ശബ്ദം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഭ്രാമരി എന്ന്. ഭ്രമരി എന്നല്ല, ഭ്രാമരി, ഭ്രമരത്തെ സംബന്ധിച്ചത് എന്ന്. അപ്പം നമ്മുടെ സാധാരണ ഭ്രാമരിയുടെ പ്രയോഗം നമ്മളൊന്ന് മറ്റുള്ള ഗ്രന്ഥങ്ങളിലേതും കൂടി ഒന്ന് ഓർമ്മിച്ച് പോകാം. സാധാരണ ഭ്രാമരി ചെയ്യുന്നത് കണ്ണടച്ച് ധ്യാനത്തിലിരുന്ന് കൂർക്കം വലിക്കുന്ന ശബ്ദത്തില് ആണ് മൂക്കിലൂടെ ശ്വാസം എടുക്കുക.
പിന്നെ മൂക്കിലൂടെ കുംഭകം ചെയ്തിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാല് ആദ്യത്തേതിനെ കണ്ണാൻ നടക്കുന്നത് ശ്വാസം എടുത്ത് കുംഭകം ചെയ്ത് പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാല് ചൂണ്ടുവിരല് കൊണ്ട് നമ്മുടെ കാത് അടക്കും. എന്നിട്ട് നേരത്തെ ശബ്ദത്തിൽ ഈ ശബ്ദമൊക്കെ കൊള്ളും. ആ ശബ്ദത്തിൽ മൂക്കിലൂടെ ദീർഘമായിട്ട് ശ്വാസം വിടും. അപ്പം ശ്രദ്ധ മുഴുവനും ശ്വാസത്തിൽ വരണം. അതുകൊണ്ടാണ് ഈ ശബ്ദവും കൂടി വരുമ്പോൾ ശ്വാസത്തിൽ കൂടുതൽ ശ്രദ്ധ വരും. കുംഭക സമയത്ത് ബന്ധങ്ങൾ ചേർക്കാൻ വിധി ഉണ്ട്. ഇതിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ബന്ധങ്ങള് ചേർക്കുന്ന രീതി ധാരാളമായിട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പം ബന്ധം വരുമ്പോൾ തന്നെ അറിഞ്ഞുകൊള്ളണം, ഗുരു സാന്നിധ്യം തീർച്ചയായിട്ടും അപ്പോൾ വേണ്ടി വരും. അപ്പം ഈ ചെവി അടക്കുന്നതിന് പകരം നമ്മൾ ഷൺമുഖി മുദ്ര ചെയ്യാറുണ്ട്. ഈ ഭ്രാമരിയുടെ പുറത്തേക്ക് വിടുന്ന സമയത്ത് ഷൺമുഖി എന്ന് പറഞ്ഞാൽ അറിയാലോ, എല്ലാ വിരലും ഉപയോഗിക്കും. ഇത് നമ്മുടെ പെരുവിരല് ചെവി അടക്കാൻ, പിന്നെ കണ്ണും മൂക്കും വായി അടക്കാൻ മറ്റു വിരലുകളും രണ്ടു ഭാഗത്തെ കൂടി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ചൂണ്ടുവിരല് കണ്ണു അടക്കും, നടുവിരലുകൊണ്ട് മൂക്കടക്കും, മറ്റു വിരലുകൊണ്ട് വായടക്കും. ഇങ്ങനെ സപ്തദ്വാരങ്ങളും ബന്ധിക്കുന്നതാണ് ഷൺമുഖി മുദ്ര. അപ്പം ആസനങ്ങൾ ചെയ്തതിന്റെ ശേഷം സ്വാഭാവികമായിട്ടും വെറും വയറ്റിലാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ ഇതിൽ നിന്ന് ആ ശീലം കൊണ്ട് എടുത്തുകൊള്ളണം. ഏറ്റവും പറ്റിയ സമയം ലോകത്തിൽ മറ്റ് ശബ്ദങ്ങൾ ഇല്ലാത്ത സമയം ആയിരിക്കണം. അങ്ങനെയാവുമ്പോഴാണ് നമുക്ക് ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുക എന്നുകൂടി ഇവിടെ പറയാം. ഭ്രാമരി കുറച്ച് നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള നല്ല സാധനമാണ്. അതുകൊണ്ടാണ് അത് ഇത്രയും കാര്യം പറയാൻ. അത് ചൊല്ലാം. വേഗാഘോഷം പൂരകം ഭൃംഗനാദം. വേഗാഘോഷം പൂരകം ഭൃംഗനാദം. ഭൃംഗീനാദം രേചകം മന്ദമന്ദം. രേചകം മന്ദമന്ദം. യോഗീന്ദ്രാണാമേവം അഭ്യാസയോഗാത്. യോഗീന്ദ്രാണാമേവം അഭ്യാസയോഗാത്. ചിത്തേ ജാത കാചിദാനന്ദലീല. ഒന്ന് രണ്ട് ശ്ലോകം കൂടി പോട്ടെ അല്ലേ സുധാർജി? 8 മണി 5 മിനിറ്റ് കൂടി എടുക്കാം. ആ, അടുത്തത് മൂർച്ഛാ പ്രാണായാമം. മൂർച്ഛ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂർച്ഛിച്ച് വീണു എന്നാ ബോധം കെട്ട് വീണു എന്നർത്ഥം. വേറൊരു അർത്ഥമുണ്ട് മൂർച്ഛയ്ക്ക്. അതിന്റെ രോഗം മൂർച്ഛിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രോഗം വർദ്ധിച്ചു എന്നാണ്. അങ്ങനെ രണ്ടർത്ഥം മൂർച്ഛയ്ക്ക് ഉണ്ട്. ഒന്ന് ബോധം കെട്ട് പോവാന്ന്, രണ്ട് വർദ്ധിക്കുക. ഈ രണ്ടർത്ഥവും നമുക്ക് ഈ മൂർച്ഛാ പ്രാണായാമത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് പൂരകാന്തേ ഗാഠതരം. പൂരകാന്തത്തിൽ അങ്ങനെ പൂരകം ചെയ്തതിന്റെ ശേഷം, പൂരകത്തിന്റെ അവസാനത്തിൽ ഗാഠതരം ബുദ്ധ്വാ ജാലന്ധരം. ഗാഠതരം നല്ല ഗാഠമായിട്ട് കഠിനമായിട്ട് എന്ത് ചെയ്യണം? ജാലന്ധരം ബുദ്ധ്വാ, ജാലന്ധര ബന്ധം ചെയ്യണം. മറ്റേതൊന്നും കാര്യമായിട്ട് ഈ ബന്ധത്തിന്റെ പറഞ്ഞിട്ടില്ല, ഇവിടെ പറഞ്ഞു. കാരണം ഈ ബന്ധം ചെയ്താൽ മാത്രമേ മൂർച്ച നടക്കുള്ളൂ.
അതാണ് ഇവിടെ പറയാൻ പ്രത്യേകം കാരണം. അപ്പം പൂരകാന്തയെ പൂരകത്തിന്റെ അവസാനത്തിൽ എന്ന് പറഞ്ഞാൽ കുംഭകം ചെയ്തിട്ട് എന്നർത്ഥം. കുംഭകം ചെയ്യുന്ന ജാലന്തരം ബത്വ, ജാലന്തര ബന്ധം ചെയ്യണം. ഗാഠതരം, നല്ല ഉറപ്പിൽ ചെയ്യണം, നല്ലവണ്ണം പ്രസ് ചെയ്ത് പിടിക്കണം. ഒട്ടും ശ്വാസം പുറത്തേക്ക് വരാൻ പാടില്ല. അങ്ങനെ കുറച്ചു നേരം പിടിച്ചു നിർത്തുക. എന്നിട്ട് ശനൈഹി രേജയേത്, ശനൈഹി സാവധാനത്തിൽ രേചകം ചെയ്യുക, പുറത്തേക്ക് വിടുക. മൂർച്ഛാഖ്യ ഇയം, ഇതിനെയാണ് മൂർച്ഛ എന്ന് പറയുന്നത്. മൂർച്ഛന എന്നും പേരുണ്ട്, രേജയേത് മൂർച്ഛനാഖ്യേയം എന്നും പേരുണ്ട്, മൂർച്ഛാഖ്യേയം എന്നും പേരുണ്ട്. രണ്ടു പറഞ്ഞാൽ ഒരുപോലെയാണ് അർത്ഥം. അപ്പൊ എവിടെയെങ്കിലും മൂർച്ഛന എന്ന് പറയുന്നത് കേട്ടാൽ അത് നമ്മൾ പരിഭ്രമിക്കേണ്ട, മൂർച്ഛ തന്നെയാണ് അർത്ഥം. മനോമൂർച്ഛ സുഖപ്രദ, ഇങ്ങനെ വന്നാൽ എന്തൊരു മനോമൂർച്ഛ, മനസ്സിന് മൂർച്ഛയുണ്ടാകും. സുഖപ്രദ, സുഖപ്രദവും ആണ്. മനോസുഖപ്രദ എന്നും എടുക്കാം, മനസ്സിന് സുഖം ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ മൂർച്ഛയുടെ മോഹാലസ്യം എന്നുള്ള ഒരർത്ഥം, അതായത് ബോധക്കേട്. എപ്പോഴ് നല്ലവണ്ണം ശ്വാസം ഉള്ളിലേക്ക് പൂർണ്ണമായിട്ട് എടുത്തിട്ട് അവിടെ ബന്ധിക്കുക. ബന്ധിച്ചിട്ട് കുറെ കഴിയുമ്പോഴേ നമുക്ക് ശ്വാസം മുട്ടും, ഒരു ബോധക്കേട് വരെ വരും. അത്ര വരെ അത് ചെയ്ത് ഗുരുവിന്റെ അടുത്തുനിന്ന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നമുക്കറിയാം കുറെ കഴിയുമ്പോൾ വിറ വരും, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാവും. കുറെ കഴിഞ്ഞാല് ഈ മൂർച്ഛയുടെ ഒരവസ്ഥ വരും, അതായത് ബോധക്കേടിന്റെ മനസ്സ് നിറയുന്ന ഒരവസ്ഥ വരും. അപ്പം ആ മനോമൂർച്ഛ അതാണ് ഇവിടെ ഫലമായിട്ട് കൊടുത്തിട്ടുള്ളത്. മനസ്സ് ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അതാണ്. അപ്പൊ മനസ്സിന് വികാസവും ഒരു ബോധപൂർവമായിട്ടുള്ള ബോധക്കേട് വരും കുറെ കഴിയുമ്പോൾ. ആ കുംഭകം എന്ന് പറയുന്നത് അത്ര പവർഫുൾ ആണെന്ന് അർത്ഥം. അപ്പം മനസ്സിനെ ഈ ആജ്ഞാചക്രത്തിൽ നിർത്തണം. എന്നിട്ട് എല്ലാ ഭോഗവിഷയങ്ങളെയും മനസ്സിൽ നിന്ന് അകറ്റണം. അതും കൂടി ഇതിന്റെ കൂട്ടത്തിൽ വരണം. അപ്പൊ എന്താണെന്ന് വെച്ചാൽ മനസ്സിന് മൂർച്ചയുണ്ടാകും. അങ്ങനെ ഗൈരണ്യ സംഹിതയിൽ പറയുന്നുണ്ട്, ഈ മൂർച്ച സമയത്ത് മനസ്സിനെ ഇവിടെ കേന്ദ്രീകരിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതില് ഈ ബന്ധം പറയുന്നും ഇല്ല, ജാലന്തരമൊന്നും പറയുന്നില്ലെങ്കിലും പറഞ്ഞ മാതിരി തന്നെയാണ്. ഈ മൂർച്ഛ പ്രാണായാമം നമ്മൾ സാധാരണ അധികം പ്രയോഗത്തിൽ ഇല്ലാത്തതാണ് എന്നും കൂടി മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്യിക്കാൻ പറ്റിയതല്ല, നല്ല അറിവുള്ളവരിൽ നിന്ന് തന്നെ പഠിക്കണം എന്നർത്ഥം. കാരണം കുംഭകത്തിന്റെ ദൈർഘ്യം കൂടുമ്പോഴാണ് മൂർച്ച ഉണ്ടാവുക. ഈ അന്തകുംഭകം എന്ന് പറയുന്നത് അത്ര സരളമല്ല. ബഹികുംഭകത്തിന് അത്ര ദോഷമില്ല, പക്ഷെ അന്തകുംഭകത്തിന് കുറച്ച് ദോഷമില്ല എന്ന് പറയുമ്പം ഗുണമില്ല എന്നല്ല അർത്ഥം. അത് വേണ്ട പോലെ ആയില്ലെങ്കിൽ ദോഷം വരാൻ സാധ്യതയുണ്ട് എന്നാണ് അതിൽ നിന്ന് നടക്കുന്നത്. അപ്പോ ചിന്തകളെയും ഈ ഭോഗവിചാരങ്ങളെയൊക്കെ കളയണമെന്ന് പറയുമ്പം യമനിയമങ്ങള് നമ്മൾ ശക്തമായിട്ടുണ്ടാകണം എന്നും വിചാരിക്കണം. അങ്ങനെയൊക്കെ ആയാല് മനസ്സിന്റെ പിരിമുറുക്കങ്ങൾ ഇല്ലാണ്ടാവും, നല്ല സ്വസ്ഥമാവും. അതാണ് സുഖപ്രദ എന്ന് പറയുന്നത്. മനസ്സ് ഇല്ലാണ്ടാവുന്ന ഒരവസ്ഥ വരും. ഇത് സാധാരണ നമ്മൾ ചെയ്യാറില്ല എന്ന് ഞാൻ പറഞ്ഞു. പ്രത്യേകിച്ചും ഹൃദ്രോഗമൊക്കെ ഉള്ളവര്, കുഴപ്പമുള്ളവര്
ചെയ്തു നോക്കുക പോലും അരുത് എന്നും കൂടി ഇവിടെ പറഞ്ഞു വെക്കാം.